വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പേപ്പറിന്റെ എക്സാം അനാലിസിസിലോട്ട് നമ്മൾ പോവാണ്. ഓരോ പാർട്ടിലും ഏതാണ് കറക്റ്റ് ആൻസർ, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ 10 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട്. സോ എക്സാം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ റിവ്യൂ വരുന്നത് സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇത്രത്തോളം ടഫസ്റ്റ് ആയിട്ടുള്ള പേപ്പർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. നമ്പർ ഓഫ് പ്രോബ്ലംസ് കൂടിയത് കൊണ്ട് തന്നെ ചെയ്ത് അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണെങ്കിലും വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ അവിടെ ടൈം കിട്ടിയില്ല. ഇതൊക്കെ കുട്ടികളുടെ ഭാഗത്ത് വന്നുള്ള റിപ്ലൈകളാണ്, റെസ്പോൺസ് ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ തരലല്ല. നമ്പർ 1 അവരുടെ മെയിൻ എയിം എലിമിനേഷൻ ആണ്. ജോലിക്ക് ആൾക്കാർ എടുക്കലല്ലേ പരിപാടി, എലിമിനേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേപ്പർ ഡിഫിക്കൽട്ട് ആകുമ്പോൾ അത്രത്തോളം കട്ട് ഓഫ് അവിടെ കുറയാണ് ചെയ്യുക. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു 60 ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പലരും ചെയ്തു വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ആ ഓർഡറിൽ അങ്ങോട്ട് ചെയ്തു പോവുക. ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള 2 പാർട്ടാണ് ആദ്യത്തെ 2 പാർട്ട്. ആദ്യത്തെ 2 പാർട്ട് കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ സമയം കഴിഞ്ഞു. ഞാൻ എൻ്റെ എക്സാം ടിപ്സിൻ്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട സ്ട്രാറ്റജി നിങ്ങൾ ടൈം സേവ് ചെയ്യലാണ്. ഡിറക്റ്റ് ചോദ്യങ്ങൾ ഈ 100 സിംപ്ലസ്റ്റ് ആയിട്ടുള്ളത്. അത് പിക്ക് ചെയ്ത് ആര് പെട്ടെന്ന് ആ ചോദ്യങ്ങൾ എടുത്ത് അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ ഒരു 10-40 അല്ലേ, അല്ലേ? ഒരു 35 to 40% ഈസിയസ്റ്റ് പാർട്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് അവസാനിപ്പിച്ചാൽ തന്നെ ആ ഒരു മാർക്കായി. പിന്നെ ഡിഫിക്കൽട്ട് അറിയുന്നത് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തന്നെ ആ ഒരു റേഞ്ചിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ? പലരും ഓർഡറിൽ ചെയ്തിട്ടുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രോബ്ലംസ് ഉണ്ട്, പക്ഷേ പ്രോബ്ലംസ് ഇല്ലാണ്ട് അപ്പുറത്ത് വേറെ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ആ മറ്റ് ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് ഇതിലേക്ക് വന്നാൽ മതി. ഓർഡറിൽ ചെയ്തിട്ട് ഒരുപാട് കുട്ടികളുടെ സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് റെസ്പോൺസ് ആണ് വന്നിട്ടുള്ളത്. എൻ്റെ അടുത്തൊരു ലൈവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വൈകിട്ട്. ഞാൻ നോക്കട്ടെ, ടൈമിൻ്റെ ബേസിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് കിടക്കാം. എന്താണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളത് കാണാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കോമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവാൻ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, മോക്ക് ടെസ്റ്റ്, ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് കോമേഴ്സ് ബേസിൽ നടക്കാൻ പോകുന്ന സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ ഗസറ്റഡ് പോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കോമേഴ്സ്. സോ ഈ 2 പോസ്റ്റുകൾക്കും നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് അപ്പോൾ പേപ്പർ. ക്വസ്റ്റ്യൻ നമ്പർ 1. The following facts are related to treatment of normal loss, abnormal loss, and abnormal gain in process accounts. Which among the following statements are complete and correct in respect of recognizing and recording normal loss, abnormal loss, and abnormal gain in process accounts എന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത്. ദെൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റാണ് താഴെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദ്യത്തിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആൻസർ ഈസി ആയിട്ട് കിട്ടും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്, അക്കൗണ്ടിങ് കൺസെപ്റ്റ് ദാറ്റ് ഹെൽപ്സ് ടു പെർഫോം അക്കൗണ്ടിങ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്, നോട്ട് ദാറ്റ് ഓഫ് ഓണർ. ഇതാണ് ആദ്യത്തെ. സി ആണ്, എൻറ്റിറ്റി ആണ്. ഓക്കെ, ദെൻ പിന്നെ ഇൻഡെഫിനിറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണ്, അതും ഈസിയാണ്. പിന്നെ അക്രൂഡ് എക്സ്പെൻസ് ഓർ റവന്യൂ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ് ആണ്. ദെൻ ഇക്വേഷൻ വരുന്നത് ഡ്യൂൽ ആസ്പെക്റ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആദ്യത്തെ ആൻസർ വരുന്നത്, അല്ലേ? ഈസി ആണ് ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മിക്ക ആൾക്കാരുടെയും ആദ്യത്തെ കറക്റ്റാണ്, ഓപ്ഷൻ എ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 2. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്, the following statements are related to provision in Partnership Act and Companies Act as to formation and functioning of partnership business. Which of the following are incorrect in respect of partnership business?
താഴെ പറയുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ റിലേറ്റ് ചെയ്തിട്ട്? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യത്തെ പറഞ്ഞേക്കുന്നത് റൂൾ 10 ഓഫ് കമ്പനീസ് ഇൻകോർപ്പറേഷൻ റൂൾസ് 2014 specifies that maximum number of persons that can be admitted to partnership as member is limited to 50 എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ. ഇത് ആക്ച്വലി തെറ്റാണ്. കാരണം ഇൻകോർപ്പറേഷൻ റൂൾ അല്ല, മിസ്ലേനിയസ് റൂളാണ്. അപ്പോൾ ആദ്യത്തെ തെറ്റാ. നമ്പർ 2, മൈനർ ക്യാൻ ബി അഡ്മിറ്റഡ് ടു പാർട്ണർഷിപ്പ് ബട്ട് ലോസ് ഓഫ് മൈനർ ടു ബി ബോൺ ബൈ അതർ മേജർ പാർട്ട്നേഴ്സ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് കറക്റ്റാണ്, മൈനറിനെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതല്ലേ, ശരിയാ. Then Section 4 of Indian Partnership Act 1932 insists upon sharing of loss. അത് തെറ്റാണ്. 4ലെ പ്രോഫിറ്റ്സിനെ പറ്റിയിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്, ഷെയറിങ്. ലോസ് എന്ന് പറയുന്നതിനെ പറ്റിയിട്ടല്ല. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെക്ഷൻ 4 അതാണ് ഫോക്കസ്. ക്യാരിഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടിങ് ഫോർ ഓൾ. അതിൽ പ്രോഫിറ്റ്സ് ആണ് അവിടെ ഫോക്കസ് പോയിട്ടുള്ള. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ദെൻ എ ഫോർമൽ ഓർ റിട്ടേൺ എഗ്രിമെന്റ് ഈസ് നീഡഡ് ടു ക്രിയേറ്റ് പാർട്ണർഷിപ്പ്. അത് തെറ്റല്ലേ? അങ്ങനെ ഡിസ്പ്യൂട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്ന് ഈ പറയണ ഫോർമലായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ എന്ന് പറഞ്ഞു. പക്ഷേ അത് വേണമെന്ന് എന്തല്ല, മസ്റ്റല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. അപ്പോൾ 1, 3, 4 ഇത് മൂന്നും തെറ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് ആണ് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ സി ആണ് ആൻസർ വരാം. മൂവിങ് ടു question number 3. On admission of new partner, after evaluation of assets and liabilities, the balance in profit and loss in the revaluation account is transferred to capital account of partners. Which among the following describe best accounting treatment as to transfer the balance in revaluation? Revaluation transfer ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? capital account of all partners in new profit ratio. തെറ്റല്ലേ? അതല്ല. Then capital accounts of all partners in sacrificing അല്ല, goodwill. capital accounts of all partners in all profit sharing ratio. അതല്ല കറക്റ്റ്. ഇവിടെ ന്യൂ റേഷ്യോ വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ അത്. ഓപ്ഷൻ സി. മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം വരുന്നത് ഇത് കുറേ പേർക്ക് സമയം പോയി. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് XYZ ലിമിറ്റഡ് GP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 1 lakh പറഞ്ഞിട്ടുണ്ട്. നെറ്റ് സെയിൽസ് 4,70,000, purchases 2,70,000, return outwards 10, inwards 15, 5,000, 2,000, 1,20,000. ഈസി ആയിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസി ആയിട്ട് കാണാം. ഓപ്പണിംഗ് സ്റ്റോക്ക് 1 lakh ആണ്. അപ്പോൾ 1 lakhൻ്റെ കൂടെ നെറ്റ് പർച്ചേസസ് നമുക്ക് കണ്ടുപിടിക്കാൻ 2,70,000 ഉണ്ട്. 10,000 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2,60,000. പിന്നെ ഫ്രീ ഓഫ് സാമ്പിൾ ഉണ്ട്, എത്ര? 2,000. അപ്പോൾ അത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 2,70,000 മൈനസ് 10,000 2,60,000. 2,60,000 2,000 വീണ്ടും കുറയ്ക്കണം. ഓക്കെ, എന്താണ്? ഫ്രീ സാമ്പിൾ ആയതുകൊണ്ട് 2,000. അപ്പോൾ ബാലൻസ് 2,58,000 വരും. അപ്പോൾ 2,58,000 ആണ് നെറ്റ് പർച്ചേസസ് വരുന്നത്. ഓക്കെ, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 3,58,000 റുപ്പീസ്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കുമ്പോൾ അവിടെ നെറ്റ് സെയിൽസ് 4,70,000 പറഞ്ഞിട്ടുണ്ട്. 4,70,000. പിന്നെന്താ? ക്ലോസിംഗ് സ്റ്റോക്കാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് 1,20,000 ആണ്. അപ്പോൾ ടോട്ടൽ 5,90,000 റുപ്പീസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് സബ്ട്രാക്ട് ചെയ്താൽ മതി. 5,90,000 മൈനസ് 3,58,000 റുപ്പീസ്. ആൻസർ വരുന്നത് 2,32,000. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ. സംഭവം ഒന്ന് പെട്ടെന്ന് നോക്കി ആൻസർ ചെയ്താൽ കിട്ടാവുന്നതാണ്. എന്നാലും കുറേ കുട്ടികൾക്ക് ഇത്ര ഡീറ്റെയിൽസ് കാണുമ്പോഴേ ആ സമയത്ത് സമയം പോവാണ്. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 5. അഞ്ചാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ട്സ് ആർ കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് on goods on sent on sale or return basis in preparation of financial statements of a sole trader? Number 1, if the customers approve goods sent on sale or return basis before date of preparation of financial statements, no accounting treatment is required in the case
ആസ് ഇറ്റ് ബിക്കം സെയിൽ. നമ്പർ 2 ഇഫ് ദ, അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ പറയണത് ഇഫ് ദ കസ്റ്റമേഴ്സ് അപ്രൂവ് ഗുഡ്സ് ആൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിസ് ബിഫോർ ഡേറ്റ്, സെയിൽ ഓർ റിട്ടേൺ ബേസ് ബിഫോർ ഡേറ്റിൽ തരാണെങ്കിൽ നോ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ഈസ് റിക്വയർഡ് എന്ന് പറയണത് അത് തെറ്റാണ്. അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അവിടെ വേണം. അപ്രൂവൽ വന്നതുകൊണ്ട് തന്നെ ഇവിടെ വേണ്ടെന്ന് പറയണം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ദെൻ ഇഫ് ദ കസ്റ്റമേഴ്സ് ഡിഡ്ന്റ് അപ്രൂവ് ഗുഡ്സ് ആൻഡ് ഓൺ സെയിൽ or return basis before the date of preparation of financial statements, cancel the effect of entry passed on sending goods on credit to customers. Cost price of goods sent should be deducted from debtors and sale. അത് കറക്റ്റാ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് പറയുന്നത്. അപ്രൂവൽ ചെയ്തിട്ടില്ലെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൈസ് ഗുഡ്സ് ഷുഡ് ബി ആഡഡ് അലോങ് വിത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഷോൺ ഓൺ അസെറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അത് കറക്റ്റ് അല്ലേ? നമ്മൾ അതിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ തന്നെ അല്ലേ ആഡ് ചെയ്യുക, അസെറ്റ് സൈഡിൽ കാണിക്കില്ല ചെയ്യുക എന്നിട്ട്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സോ 2ഉം 3 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 5. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 6. 6ൽ ചോദ്യം തന്നെ ഇട്ടിരിക്കുന്നത് ഒരു ശരിയല്ല. ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് എന്നാണ് പറയുന്നത്. യു ആർ റിക്വയർഡ് ടു ഐഡൻറ്റിഫൈ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ആട്രിബ്യൂട്ട് പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. ബട്ട് താഴെ തന്നിരിക്കുന്ന മുഴുവൻ കൺസൈൻമെൻറ്റിനെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ. അപ്പോൾ ചോദ്യത്തിൽ അടിച്ചു വെച്ചേക്കുന്നതിൽ എന്തോ തെറ്റുണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ട് സെയിൽ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് സെൻഡ് ബൈ കൺസൈനർ ടു കൺസൈനി സ്പെസിഫൈങ് എക്സ്പെൻസസ് ഇൻകേർഡ് കമ്മീഷൻ ചാർജ്ഡ്. നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? കറക്റ്റാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇത് തെറ്റാ. കൺസൈനർ ടു കൺസൈനി അല്ല, കൺസൈനി ടു കൺസൈനറാ. ഓക്കെ, ദെൻ അക്കൗണ്ട് സെയിൽ ഈസ് ദ ബേസിസ് of which consignor closes his entries in the books regarding consignment for the year. അത് കറക്റ്റാ. Account sale is the basis. Consignor closes his entries in the books അല്ലേ? Then declaratory commission is paid for making advance payment on consignments by consignor. അത് തെറ്റല്ലേ? ബാഡ് അറ്റ് റിസ്കിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് ഈ ഡെൽക്രെഡറി. ദെൻ ജനറലി ഡെൽക്രെഡറി കമ്മീഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ക്രെഡിറ്റ് സെയിൽസ്. തെറ്റാണ്. ടോട്ടൽ സെയിൽസുമാണ് കാണാം. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരാം കേട്ടോ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. ചോദ്യം ഇതാണ്. മിസ്റ്റർ എക്സ് പ്രോബ്ലം. വൈ ആൻഡ് സെഡ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:2:1. സെഡ് റിട്ടേഴ്സ് ബൈ സെല്ലിംഗ് ഹിസ് ഷെയർ ടു ദ ബിസിനസ് ഫോർ എ സം ഓഫ് ₹600 which is paid by X and Y 480, 120 റെസ്പെക്റ്റീവ്ലി. ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂ റേഷ്യോ കണ്ടുപിടിക്കണം. ഒരു റിട്ടയർമെൻറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ വരാം. XYZൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:2:1 ആണ് വരുന്നത്. സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ? ഇതിലൂടെ സ്ഥലമില്ല, ഞാൻ ഇപ്പുറത്ത് വേറൊരു ഇതിൽ ചെയ്യാം. എന്താണ് XYZൻ്റെ 2:2:1 ആണ് വരുന്നത്. അപ്പോൾ സെഡിൻ്റെ അല്ലേ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/5 ആണ് സെഡിൻ്റെ. നെക്സ്റ്റ് എക്സിൻ്റെ ഗെയിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിറ്റിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കിയാൽ. എക്സ് റിട്ടേഴ്സ് ബൈ സെല്ലിംഗ് ഹിസ് ഷെയർ 600, 480, 120 ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 480:120 എന്ന് പറയുമ്പോൾ എത്ര വരും? 4:1 അല്ല വരാം ചെറുതാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ 4:1 ആണ് വരിക. അപ്പം ഇനി നമുക്ക് എക്സിൻ്റെ ഗെയിനിലോട്ട് പോവാം. എക്സിൻ്റെ ഗെയിൻ എങ്ങനെ കണ്ടുപിടിക്കാം? 4:1 ആണ് എക്സിൻ്റെയും വൈയുടെയും വന്നിട്ടുള്ള 4:1. അപ്പോൾ 4/5 വരും. 4/5. സെഡിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 1/5 ആണ്. അപ്പോൾ 4/5 ഇൻറ്റു 1/5. സോ 4/25. ഇനി വൈയുടെ നോക്കാം നമുക്ക്. വൈസ് ഗെയിൻ കണ്ടുപിടിക്കാൻ 1/5 അല്ലേ? 1/5 ഇൻറ്റു 1/5. സോ അവിടെ 1/25 വന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് ന്യൂ റേഷ്യോ കാണണം. എക്സിൻ്റെ ന്യൂ റേഷ്യോ എക്സിൻ്റെ വേണ്ടി. അപ്പോൾ എക്സിൻ്റെ വരുന്ന സമയത്ത് ഓൾറെഡി എക്സിനുള്ളത് 2/5 ആണ്. ദെൻ പുതിയത് വന്നിട്ടുള്ളത് 4/25.
സോ 2/5 ആഡ് ചെയ്യുമ്പോൾ അത് കൺവേർട്ട് ചെയ്യണം അല്ലേ? കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 2/5 ഇൻറ്റു 5 ചെയ്യുക, ഇൻറ്റു 5 ചെയ്യുക. അപ്പോൾ ഈക്വൽ ആക്കണമല്ലോ ഡിനോമിനേറ്ററും ഇത്. അപ്പോൾ 10/25 പ്ലസ് 4/25 എത്ര വരും? ഈക്വൽ 14/25 ആണ്. 14/25. ഇനി വൈക്ക് ആവുമ്പോൾ 2/5 പ്ലസ് 1/25. അപ്പോൾ ഇവിടെ എത്ര വരും? 10/25 പ്ലസ് 1/25, 11/25. അപ്പോൾ റേഷ്യോ എത്ര വരാ? 14:11. അങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. ആൻസറിൽ അതാകെ എടുക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. You are given with facts related to maximum possible loss method of distribution of cash during dissolution of partnership. Which of the following are correct? Either this method assumes that നമുക്ക് കറക്റ്റ് ആണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്, that every stage of realization of assets remaining unrealized assets are worthless. കറക്റ്റ് ആണ്. റിയലൈസേഷൻ ഓഫ് അസറ്റ്സിൻ്റെ അതിനുശേഷം ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം റിമൈനിങ് എന്ന് പറയുന്നത് ലോസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കറക്റ്റാണ്, വർത്ത്. Then at every stage loss can be ascertained and loss is distributed among the partners in profit sharing ratio. അതും കറക്റ്റ് അല്ലേ? നമ്മൾ ലോസ് അസർട്ടൈൻ ചെയ്ത് ഈ ഒരു മെത്തേഡിൽ പോസിബിൾ ലോസ് മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അതും കറക്റ്റാണ്. Then maximum possible loss is ascertained after payment to creditors, external liabilities and partners loan if any. Comparing total capital on to the partners and cash available after settling liabilities and loans. അതും കറക്റ്റ് അല്ലേ? ഇതിനൊരു കറക്റ്റ് പ്രയോറിറ്റി ഉണ്ട്. പ്രയോറിറ്റി ബേസിലല്ലേ നമ്മൾ സെറ്റിൽ ചെയ്ത് പോവുക. ഇനി if a partner's share of loss exceeds their capital balance, they are considered insolvent and their deficiencies allocated to all partners. അത് തെറ്റാ. all partners അല്ല, solvent partnersനാണ്. ഇവിടെ all partners എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് തെറ്റ്. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരാം കേട്ടോ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9. While preparing financial statements of joint stock companies, it shall disclose notes to accounts. Out of the following combination of classification of assets or liabilities, which one combination include an item being not part of not to accounts of financial statements of joint stock company? Classification of assets and liabilities as notes to accounts ആയിട്ട് ഇപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസിൽ ഡിസ്ക്ലോസ് അല്ലേ, ഇറ്റ് ഷാൽ ഡിസ്ക്ലോസ് നോട്ട്സ് ടു അക്കൗണ്ട്സ് ആയിട്ട് താഴെ പറയുന്നതിൽ ഏതാണ് പാർട്ടല്ലാത്തത് എന്നുള്ളതാണ്. ഇപ്പോൾ ഷോർട്ട് ടൈം ബോറോയിങ്സ്, ലോങ് ടൈം ലോൺസ് ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. കറണ്ട് അസറ്റ്സ്, കറണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതൊക്കെ വരുന്നതാണ്. ഷോർട്ട് ടൈം പ്രൊവിഷൻ, അതർ ലോങ് ടൈം ലൈബിലിറ്റി ഇതും വരുന്നുണ്ട്. ഇതിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്, ഷോർട്ട് ടൈം ലോൺസ് അഡ്വാൻസസ്. ഈ കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് സെപ്പറേറ്റ് വരുന്നതല്ലേ, ഇൻസൈഡ് ബാലൻസ് ഷീറ്റ് അല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ നോട്ട്സിൽ എല്ലാത്തിലും അല്ലാതെ ഉൾപ്പെടുത്താമെങ്കിൽ നമുക്കിതിനെ ഇതിലോട് വണ്ണായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡിയിൽ മിക്സ് ബാഗാണ് ഇട്ടിരിക്കുന്നത്. ഷോർട്ട് ടൈം ലോൺസ് ആൻഡ് അഡ്വാൻസസ്, കണ്ടിൻജന്റ് ലൈബിലിറ്റി, കമ്മിറ്റ്മെന്റ്സ്, കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. അപ്പോൾ കണ്ടിൻജന്റ് എന്ന് പറയുമ്പോൾ സെപ്പറേറ്റ് വരുന്നതാണ്. അപ്പോൾ ഇതിൽ നോട്ട് പാർട്ട് എന്ന് പറഞ്ഞിട്ട് വെക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 10. അടുത്ത പ്രോബ്ലം. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഇൻ കൺസൈൻമെന്റ്. അൺസോൾഡ് സ്റ്റോക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസൈൻമെന്റ് ഗുഡ്സ് കൺസൈൻഡ് 100 യൂണിറ്റ്സ് ₹30 30 per unit. എക്സ്പെൻസസ് കൺസൈനറുടെ 100, കൺസൈനിയുടെ 100, 50, 35, 25. നമുക്ക് ഗുഡ് സോൾഡ് ബൈ കൺസൈനി 80 per unit. അൺസോൾഡ് സ്റ്റോക്ക് ₹35 പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? കോസ്റ്റ് പ്രൈസ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 എണ്ണം ആണ് ഉള്ള, അതിൽ കോസ്റ്റ് സോൾഡ് 80 ആണ്. അപ്പോൾ അൺസോൾഡ് 20 യൂണിറ്റ്സ്. 20 യൂണിറ്റ്സിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അതിന് ഗുഡ്സ് വാല്യൂ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം.
വാല്യൂ കണ്ടുപിടിക്കാൻ 100 യൂണിറ്റ്സിന് 30 രൂപ വെച്ചിട്ട് 100 × 30 3000. ഇനി എക്സ്പെൻസസ് ആണ് നമുക്ക് നോക്കേണ്ടത്. കൺസൈനറുടെ 100 പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കൺസൈനിയുടെ 100, അൺലോഡിങ് ക്യാരേജ് ഇൻവേർട്സ് 50, അപ്പോൾ 150 വന്നു. സെല്ലിങ് എക്സ്പെൻസും ഓഫീസൊക്കെ എക്സ്ക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് എത്ര വരുന്നു? 3000 + 100 + 150, 3250 വരും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണം? കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കുക കോസ്റ്റ് പെർ യൂണിറ്റ്? 3250 ÷ 100, സോ 3250. ഇവിടെ നമുക്ക് 20 യൂണിറ്റിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടത് അൺസോൾഡ്. അപ്പോൾ 20 × 32.50 എന്ന് പറയുമ്പോൾ 650. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അതാണ് 10ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിലെ 10 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം ഇനി ഓരോ പാർട്ടിൻ്റെയും ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വെറുതെ ആൻസർ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് കാര്യങ്ങൾ പിടികിട്ടണ്ടേ. നമ്മുടെ സ്റ്റൈൽ അതാ. അപ്പോൾ ഇനി ബാക്കിയുള്ള പാർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേഗം ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളോ, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.